ഇപ്പോൾ ഒരിക്കൽ വേറിട്ട കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു ഇത് കൈരളിയിലൊരു പ്രോഗ്രാമാണ്. ശ്രീരാമൻ സാറാണത് ചെയ്യുന്നത്. ഒരിക്കലും എന്നോട് ഒരു ഇൻ്റർവ്യൂ എൻ്റെ ഒരു എപ്പിസോഡ് എൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട് കുന്നംകുളത്താണ്. കുന്നംകുളം പാർക്കാടി പൂരത്തിന് എൻ്റെ ഈ മൂവിങ് ശില്പങ്ങൾ വെക്കാറുണ്ട്. ഒരിക്കലും എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു പുള്ളി. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ നമ്മൾ കലാകാരന്മാർക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കുറേ പൊക്കി കാണിക്കുക പറയുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പറയാൻ ഞാൻ ശ്രമിച്ചെങ്കിൽ പോലും അദ്ദേഹം കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം മുഖത്തടിച്ച പോലെ തന്നെ എന്നോട് പറയുകയും ചെയ്തു. സുരേഷ്, ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, എനിക്ക് തിരക്കാണ്, കുറച്ച് കാര്യങ്ങൾ നിന്നോട് ഞാൻ പറയുകയാണ്. സുരേഷ് നല്ലൊരു കലാകാരനാണ്, വ്യത്യസ്തമായിട്ടുള്ള കുറേ സംഭവങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ സുരേഷ് ചെയ്യുന്ന എല്ലാ ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ കോപ്പിയാണ്. അവിടെ ഒരു കലാകാരനെ മുഖത്തടിച്ച പോലെ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറി. കോപ്പിയാണ്. അതായത് ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ആന അതേപടി സുരേഷ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വസ്തു അതേപടി സുരേഷ് ഉണ്ടാക്കുന്നു. അവിടെ സുരേഷിൻ്റെതായിട്ട് പുതിയത് എന്താണുള്ളത്, അവിടെയാണ് സുരേഷ് ഇനി സഞ്ചരിക്കേണ്ടത്. ലളിതകലാ അക്കാദമി പോലുള്ള പല സ്ഥലങ്ങളിലും എക്സിബിഷനുകളൊന്ന് കാണാൻ പോയിട്ട് പുതിയ കലാകാരന്മാർ അവരുടെ ഭാവനകൾ എന്താണ് വരച്ചു വെച്ചിരിക്കുന്നതെന്ന് കാണാം. പുതിയ സൃഷ്ടികൾ, ഈ ലോകത്ത് ആരും സൃഷ്ടിക്കാത്ത ഒരു പുതിയ സാധനം സുരേഷിന് കഴിവുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ആരും സൃഷ്ടിക്കാത്തൊരു സംഭവം, ഒരു ചിത്രം, ഒരു ശില്പം ഈ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി സുരേഷ് ചെയ്യാൻ ശ്രമിക്കുക. ദൈവം പോലും, അദ്ദേഹം പറഞ്ഞാണ്, ദൈവം പോലും ചിന്തിക്കണം, അയ്യോ എനിക്കിത് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. അത്തരത്തിൽ ഒരാളും ചെയ്യാത്തൊരു പുതിയ സൃഷ്ടി ഉണ്ടാക്കാൻ സുരേഷിന് കഴിയുമെങ്കിൽ സുരേഷ് എന്ന വ്യക്തിയുടെ ജീവിതത്തിലൊരു വഴിത്തിരിവാകും, അല്ലെങ്കിൽ സുരേഷിന് ഒരു പ്രാധാന്യം സമൂഹത്തിന് പ്രത്യേകമായിട്ട് ഉണ്ടാവും.